എൻ പി ചെക്കുട്ടി, അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു താല്പര്യമില്ല എന്ന് പല രൂപത്തിൽ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യക്കുറവ് എന്നതിനപ്പുറത്ത് ഇപ്പോൾ കോട്ടയത്തിൻ്റെ കാര്യം പറയുന്നത് അതൊരു ഘടകകക്ഷിയുടേതാണ്, അങ്ങനെ പിടിച്ചെടുക്കുന്ന രീതിയില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇടുക്കി എന്ന പ്രശ്നം വരുമ്പോൾ അതിനും അദ്ദേഹം മറുപടി പറയുന്നത് അത് അങ്ങനെ ഒരു ചർച്ചയേ ആയി വന്നിട്ടില്ല എന്നാണ്. നേതാക്കന്മാരൊക്കെ പറയുന്നു ചർച്ചയായിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടിക്ക് പറയേണ്ടിയും വരുന്നു. ഇനി ഹൈക്കമാൻഡാണ് അന്തിമ വിധികർത്താവ്, അവർ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് പോയേ പറ്റൂ എന്ന അനിവാര്യത ഈ നേതാക്കന്മാരൊക്കെ ഒന്നൊഴിയാതെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഉമ്മൻചാണ്ടിക്ക് വിസമ്മതമുണ്ട്, ഇവിടെ നിന്ന് അദ്ദേഹം പോകണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട്. അതെല്ലാം കോൺഗ്രസിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ വിഴുങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് ആ പാർട്ടിക്കകത്തും പുറത്തും. ഇനി ഈ ഹൈക്കമാൻഡിൻ്റെ ഉദ്ദേശം എന്താണ് ഇത്തരമൊരു ചർച്ച മുല്ലപ്പള്ളിയിലൂടെ ഇവിടെ തുടങ്ങി വെച്ചത് എന്നതും പരിശോധനാർഹമാണ്. ഇതെല്ലാം ഉമ്മൻചാണ്ടി നാളെ എന്ത് എന്നതിലേക്കുള്ള ചോദ്യങ്ങളായിരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? തീർച്ചയായും ഉമ്മൻചാണ്ടി കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യൻസിൽ ഒരാളാണ് ഇന്ന് ഉമ്മൻചാണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ലീഡറെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് രാഹുൽ ഗാന്ധിക്ക് ആഗ്രഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ ടീമായിട്ട് വരുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമാണ്. അതേ സമയത്ത് തന്നെ പാർട്ടിക്കകത്തുള്ള പല തരത്തിലുള്ള താല്പര്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ട്. നാളെ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി പോലും ഒരു പുതിയ പവർ സെൻ്ററായിട്ട് വന്നുകൂടായികയില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ പരിണതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ ദീർഘകാലം നിന്നിട്ടുള്ള സീനിയർ ലീഡേഴ്സിനെ കൂടെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ACC പ്രസിഡന്റ് താല്പര്യമുണ്ട്. കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. ആ നിലയ്ക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ ഉമ്മൻചാണ്ടിയാണെന്ന് കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. അപ്പം അദ്ദേഹം പിന്നെ പാർലമെൻറ്റിൽ വരുമോ, പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമോ എന്നുള്ള വിഷയം എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്നതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. കാരണം കോട്ടയം സീറ്റിൻ്റെ കാര്യത്തിൽ കോട്ടയം സീറ്റ് അവർ നേരത്തെ തന്നെ കേരള കോൺഗ്രസുമായിട്ട് പിന്നെ ചർച്ച നടത്തിയ സമയത്ത് ആ സീറ്റ് അവർക്ക് കൊടുക്കാം. അവിടെ ഇരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആൾ രാജിവെച്ച് പോയിട്ട് വേറെ രാജ്യസഭയിൽ പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് കേരള കോൺഗ്രസിന് കൊടുക്കാം എന്നിട്ട് സീറ്റാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പിന്നെ മുന്നണിക്കകത്ത് ഒരു തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹം താല്പര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഉമ്മൻചാണ്ടി ഇനിയിപ്പം ദേശീയ തലത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയില്ലല്ലോ. കേരളത്തിൽ 20 സീറ്റുണ്ട്. കേരളത്തിൽ 20 സീറ്റുകളിൽ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാൻ പറ്റുന്ന സീറ്റ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ പരമാവധി സീറ്റ് കിട്ടുക എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ വിവിധ വിഭാഗങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് പ്രധാനം. ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു ചർച്ചയല്ല ഇപ്പോൾ ഉമ്മൻചാണ്ടി വിഷയത്തിൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്ത് നിർഭാഗ്യവശാൽ മുല്ലപ്പള്ളി അടക്കമുള്ള ആളുകൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ, പരസ്യമായ നിലപാടുകൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നൊരു അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. കാരണം ഉമ്മൻചാണ്ടിയെ അയക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ പിന്നെ കേന്ദ്ര ലീഡർഷിപ്പ് പാർലമെൻറ്റിൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും. പക്ഷേ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അദ്ദേഹം മാറ്റേണ്ട ഒരു സാഹചര്യമൊന്നും ഇന്ന് കേരളത്തിലില്ല. ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസിനകത്തൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആൾ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് വളരാൻ ഒരു തടസ്സം ഉണ്ടാക്കുന്ന ആൾ എന്ന മട്ടിലുള്ള ഒരു പ്രചാരവേല ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്ന് തോന്നും. സുധീരനെ പോലുള്ള ആളുകൾ നേരത്തെ തന്നെ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ ഈ തരത്തിലുള്ള ഒരു സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച കോൺഗ്രസ് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം താല്പര്യമുണ്ടെങ്കിൽ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ആളുകൾ മത്സരിക്കും. അതിനകത്തൊന്നും പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. ശരി.